ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഓവനില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് ബീറ്റാക്കി എടുക്കണം. ഒരു ക്രീമി പരുവത്തിലാക്കി എടുത്താൽ മതി. സോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം സോൾട്ട് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് 1 കപ്പ് ഷുഗർ പൗഡർ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ബീറ്റാക്കി എടുക്കണം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്ത് ബീറ്റാക്കി എടുത്താൽ മതി. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ ഒരു വിസ്കോ തവിയോ വെച്ച് മിക്സാക്കി എടുത്താൽ മതി. ഇതിലേക്ക് മുട്ട ചേർത്ത് ഒന്നും കൂടെ ബീറ്റാക്കാനുണ്ട്. ആ ഒരു സ്റ്റെപ്പിലൊക്കെ വിസ്ക് വെച്ച് ചെയ്യുന്നതെങ്കിൽ നല്ലോണം വിസ്കിലായാലും നല്ലോണം ബീറ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് ഒന്നും കൂടെ ബീറ്റാക്കി കൊടുക്കുക. മുട്ട ചേർക്കുമ്പോൾ വലിയ മുട്ട തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പോൾ നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച മൈദ മിക്സർ കുറേശ്ശെ ഇട്ട് മിക്സാക്കി കൊടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട, കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് മിക്സാക്കി കൊടുത്താൽ മതി. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാൻ വനില കപ്പ് കേക്കും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിന് കൊക്കോ പൗഡർ ചേർക്കുന്നില്ല. 1/4 കപ്പ് മൈദ എടുക്കുന്നെങ്കിൽ വനില കപ്പ് കേക്കിന് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർക്കുന്നില്ല. അതിന് പകരം മൈദ തന്നെ 1/4 കപ്പ് കൂട്ടി കൊടുക്കും. ബാക്കിയൊക്കെ സെയിം ആണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് വനില എസൻസും ചേർത്ത് മിക്സാക്കി കൊടുക്കുക നല്ലോണം. എനിക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ തിക്കെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇത് ബേക്കിംഗ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇതുപോലുള്ള കപ്പ് എടുക്കുമ്പോൾ 2 or 3 ഒരുമിച്ച് വെച്ച് വേണം മാവൊഴിക്കാൻ. പിന്നീട് ബേക്കായി കഴിയുമ്പോൾ അത് മാറ്റിയാൽ മതി. കൂടുതലുള്ളത് മാവ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, ഇതുപോലെ പകുതി ഒഴിച്ച് കൊടുത്താൽ മതി. കുറേ കൂടുതൽ ഒഴിച്ചാൽ അത് ബേക്കായി കഴിയുമ്പോൾ പൊങ്ങി പുറത്തേക്ക് വരും. ഈ ഒരു അളവിൽ ഈ ഒരു സൈസിലുള്ള കപ്പിൽ 12 കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് പ്രീ ഹീറ്റാക്കി വെച്ച ഒരു പാത്രത്തിലോട്ട് ഈ ട്രേ ഇറക്കി വെക്കാം. കുറച്ച് സോൾട്ടും കൂടെ ചേർത്തിട്ടാണ് പ്രീ ഹീറ്റാക്കാൻ വെച്ചത്. ഇത് ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് ബേക്കാക്കി എടുക്കണം. ഇടയ്ക്ക് അങ്ങനെ തുറന്ന് നോക്കരുത്. 15 മിനിറ്റോളം തുറന്ന് നോക്കരുത്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബേക്കായിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വിപ്പിംഗ് ക്രീം വിപ്പാക്കുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ കൂടി മിക്സാക്കി കൊടുത്താൽ മതി. ഇതാണ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണ്. ഓവനുള്ളവർ ഓവനിലും ചെയ്യാം, സെയിം റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.